സത്യം പറയണം എന്നു ഞാൻ ചൊന്നതിനുത്തരം ആയവരെന്നോട് ചൊല്ലിനാർ. ഇതൊരു പരമമായ രഹസ്യം. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം. കർമ്മം മാനസികമായി തന്നെ ആ കർമ്മത്തിനൊരു രൂപമുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യാൻ അവരവരുടെ മനസ്സിൽ ഓരോ ഭാവങ്ങൾ രൂപപ്പെടുത്തുകയാണ്. ആ ഭാവങ്ങളൊക്കെ അവരല്ലാതെ മറ്റുള്ളവരെങ്ങനെ അനുഭവിക്കാനാണ്? സത്യം പറയണമെന്ന് ഞാൻ ചൊന്നതിന് ഉത്തരമായവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവരവർ തന്നെ ഭുജിക്കണം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുവെന്നേ വരൂ. ഈ രണ്ടു വരികളും പണ്ടുപണ്ടേ കേരളത്തിൽ വളരെ പ്രസിദ്ധമാണ്. രാമായണം വായിച്ചിട്ടില്ലാത്തവർക്ക് പോലും അറിയാം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുവെന്നേ വരൂ. ഞാനോ അത് കേട്ടു ജാതനിർവേദനായി മാനസേ ചിന്തിച്ചൊരോധരം. അത് കേട്ടപ്പോൾ വാൽമീകിക്ക് ജീവിതത്തോടൊരു വിരക്തി തോന്നി. നമ്മൾ സംഘബദ്ധരായി ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. മരണവേളയിൽ ആ സംഘം മൂർച്ഛിച്ചിട്ട് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ സങ്കല്പങ്ങൾ ഉരുക്കൂട്ടുന്നു. ഈ സങ്കല്പങ്ങളും കൊണ്ടാണ് സൂക്ഷ്മ ശരീരം അഥവാ അന്ധഃകരണം ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും മരണവേളയിൽ ഇറങ്ങി പോകുന്നത്. അതായത് ജീവൻ, ചിത്തത്തോടു കൂടിയ ജീവൻ. ജീവൻ ചിത്തത്തിലെ പ്രതിബിംബമാണ് എന്ന് നാം ചർച്ച ചെയ്തല്ലോ. ചിത്തം തീർന്നാൽ പ്രതിബിംബം ഇല്ല. ചിത്തമുള്ളിടത്തോളം പ്രതിബിംബം ഉണ്ടാവും. അപ്പോൾ ചിത്തം എവിടെയൊക്കെ പോകണോ പ്രതിബിംബത്തോട് ജീവനോട് കൂടിയായിരിക്കും പോവുക. ഗീത 15-ാം അധ്യായത്തിൽ ഭഗവാൻ ഇത് അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണാൻ കഴിയും എന്നുവരെ എടുത്ത് പറയുന്നുണ്ട്.